എല്ലാവർക്കും നമസ്കാരം. മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. T20 വേൾഡ് കപ്പിലെ ആദ്യ ജയം നേടിയിരിക്കുകയാണ് പാകിസ്ഥാൻ. കഴിഞ്ഞ ദിവസം നടന്ന പോരാട്ടത്തിൽ കാനഡയ്ക്കെതിരെയാണ് പാകിസ്ഥാൻ വിജയം ഇപ്പോൾ നേടിയിട്ടുള്ളത്. നമുക്കറിയാം T20 വേൾഡ് കപ്പിൽ ആദ്യ രണ്ട് പോരാട്ടങ്ങളും USA-ക്കെതിരെയും ഇന്ത്യക്കെതിരെയും പരാജയപ്പെട്ട പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരു ഡൂറിൻ്റെ ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയായിരുന്നു കാനഡയ്ക്കെതിരെ നടന്നത്. സോ ആ ഒരു മത്സരത്തിൽ 7 വിക്കറ്റിനാണ് 15 പന്തുകൾ ശേഷിക്കെ പാകിസ്ഥാൻ ഇപ്പോൾ വിജയം നേടിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ രോഹിത് ശർമ്മയുടെ ഒരു വാചകം ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നസാവ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പോരാട്ടങ്ങളിലെല്ലാം ഇമ്പോർട്ടൻസ് ടോസിനായിരിക്കും. സോ ഇന്നലെ തന്നെ സംഭവിച്ചു. ടോസ് നേടിയ പാകിസ്ഥാൻ ക്യാപ്റ്റൻ ബാബർ അസം കാനഡയെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 106 റൺസ് എടുക്കാനേ കാനഡയ്ക്ക് സാധിച്ചുള്ളൂ. മറുപടി ബാറ്റിങ്ങിൽ 17.3 ഓവറിൽ അനായാസം പാകിസ്ഥാൻ വിജയത്തിലേക്ക് എത്തി. പാകിസ്ഥാൻ്റെ ഈ ഒരു ടൂർണമെൻറ്റിലെ ആദ്യ ജയമാണ്. കാനഡയ്ക്ക് വേണ്ടി ആരോൺ ജോൺസൺ 44 പന്തിൽ 52, ഖലീം സന 13 റൺസും സാദ്ബീൻ സഫർ 10 റൺസും നേടിയിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാൻ്റെ ബൗളിങ്ങിൽ കഴിഞ്ഞ ദിവസം അവരുടെ പേസ് ബൗളേഴ്സ് മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു. മുഹമ്മദ് അമീർ 4 ഓവറിൽ 13 റൺസ് തുടങ്ങി 2 വിക്കറ്റ് നേടിയപ്പോൾ ഹാരിസ് റൌഫ് 2 വിക്കറ്റും ഷഹീൻ ഷാ അഫ്രീദി 1 വിക്കറ്റും നേടിയിട്ടുണ്ട്. പാകിസ്ഥാന് വേണ്ടി മുഹമ്മദ് റിസ്വാൻ 53 റൺസും ബാബർ അസം 33 റൺസും നേടിയിട്ടുണ്ട്. പാകിസ്ഥാന് 3 വിക്കറ്റുകൾ നേടിയിട്ടുള്ളത്. കാനഡയ്ക്ക് വേണ്ടി ഡിലോൺ ഹെലിഗർ 2ഉം ജെറമി ഗോർഡോൺ 1 വിക്കറ്റും നേടിയിട്ടുണ്ട്. സോ ഈ ഒരു ടൂർണമെൻറ്റിൽ ആദ്യ ജയമാണ് ഇപ്പോൾ പാകിസ്ഥാൻ നേടിയെടുത്തിട്ടുള്ളത്. USA-ക്കെതിരെയും ഇന്ത്യക്കെതിരെ പരാജയപ്പെട്ട പാകിസ്ഥാനെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമായിരുന്നു കാനഡയ്ക്കെതിരെ. സോ അവരുടെ അവസാന ലീഗ് മത്സരം അയർലൻഡിനെതിരെയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.